ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ് ഫുഡ് ആൻഡ് ഹ്യൂമൻസ്. അതിനകത്ത് ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണം. എന്നിട്ടേ സെക്കൻഡ് പാർട്ട് കാണാവൂ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ, നല്ലൊരു കണ്ടിന്യൂവേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുഡ് ആൻഡ് ഹ്യൂമൻ്റെ 2ാമത്തെ പാർട്ട്, സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞായിരുന്നു അവരുടെ ലൈഫ് ചേഞ്ച്, അതായത് ഏർലി ഹ്യൂമൻസിൻ്റെ ലൈഫ് ചേഞ്ചസ് ആയി. പ്ലാന്റ്സും അനിമൽസിനെയും ഒക്കെ വളർത്താൻ തുടങ്ങി. ടീ കണ്ടുപിടിച്ചതിനെ പറ്റി പറഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചേഞ്ചസ് ആണ്, ലൈഫിലെ ചേഞ്ചസ് ആണ്. ഫയറിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു. പിന്നീട് അവർ അഗ്രികൾച്ചർ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അവർ സെറ്റിൽഡ് ലൈഫ്, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട്, ഇപ്പോൾ വാണ്ടറിങ് ലൈഫായിരുന്നു നേരത്തെ ഉള്ളത്. പിന്നീട് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫലം കാരണം അവർ ഫുഡിന് സ്കേഴ്സിറ്റി വന്നു. ഫുഡ് ലഭ്യത കുറവ് വന്നപ്പോൾ അവർ അഗ്രികൾച്ചറിലോട്ടും അനിമൽ ഹസ്ബൻഡറിയിലോട്ടൊക്കെ നീങ്ങി എന്ന് പറഞ്ഞു. അവർ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ അഗ്രികൾച്ചറിൻ്റെയും അനിമൽ ഹസ്ബൻഡറി വെച്ചാൽ മൃഗപരിപാലനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു സ്ഥലത്ത് സെറ്റിൽ ആയി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സെറ്റിലായപ്പോൾ അവർക്ക് ഫുഡ്, അപ്പോൾ അഗ്രികൾച്ചർ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് അധികമായിട്ട് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി. കാരണം കൃഷി ചെയ്തപ്പോൾ അവരുടെ കൺസംഷൻ കഴിഞ്ഞിട്ട്, അവരുടെ ഉപഭോഗം കഴിഞ്ഞിട്ട് അധികത്തിൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അധികത്തിൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് വരുമ്പോൾ, നേരത്തെ വാണ്ടറിങ് ലൈഫായിരുന്നു. അവർ കഴിച്ചിട്ട് മിച്ചം വരുന്നത് അവിടെ ഉപേക്ഷിച്ച് പോയിട്ട് അടുത്ത സ്ഥലത്ത് പോയി ചെന്ന് അവർ നായാടി പിടിക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട്സ് കഴിക്കുമോ, അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ കഴിക്കുമോ, അങ്ങനെ അതെല്ലാം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ സ്കേഴ്സിറ്റി വന്നു. അപ്പോൾ ഇങ്ങനെ കഴിച്ച് പോയപ്പോഴത്തേക്കും ഫുഡിന് സ്കേഴ്സിറ്റി വരും. കാരണം വേറൊന്നും ഉണ്ടാവുന്നില്ല, ഇവരുണ്ടാക്കിയാലേ ഉള്ളൂ. അപ്പോൾ ഇവരുണ്ടാക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഫുഡിന് സ്കേഴ്സിറ്റി വന്നു. അവർക്ക് അഗ്രികൾച്ചറിലോട്ടൊക്കെ അവർ തിരിഞ്ഞു. അങ്ങനെ അഗ്രികൾച്ചറിലോട്ട് തിരിഞ്ഞപ്പോൾ സർപ്ലസ് പ്രൊഡക്ഷൻ വന്നു, അധികമായിട്ടുള്ള പ്രൊഡക്ഷൻ വന്നു. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കണം. എവിടെയെങ്കിലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. അന്നേരം സ്റ്റോറേജസ്, അപ്പോൾ അവർക്ക് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വന്നു. അപ്പം അവർ ഏതൊക്കെ മീൻസിലാണ്, ഏതൊക്കെ വഴിയിലാണ് അവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചത് എന്നതിനെ പറ്റിയൊക്കെയാണ് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ടെക്സ്റ്റിലോട്ട് നോക്കിക്കോളൂ. സ്റ്റോറേജസ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഏർലി ഹ്യൂമൻസ് ഗാതേർഡ് ദെയർ ഫുഡ് ഒൺലി ഫോർ ദെയർ ഡേ ടു ഡേ ലൈഫ്. അല്ലേ, നേരത്തെയുള്ള ഏർലി ഹ്യൂമൻസ് അവർ ഫുഡ് ശേഖരിച്ചിരുന്നത് അവരുടെ അന്നന്നത്തുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു. ബാക്കി മിച്ചം വരുന്നത് അവരോട് ഉപേക്ഷിച്ചിട്ട് പോകും. അടുത്ത ദിവസം അടുത്തത് ഗാദർ ചെയ്യും. ബട്ട് വെൻ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ അഡ്വാൻസ്മെൻ്റ് ആയതിനു ശേഷം, അപ്പോൾ അഗ്രികൾച്ചർ എങ്ങനെ വന്നതെന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞു തന്നല്ലോ. സെറ്റിൽഡ് ലൈഫ് ആയതിനു ശേഷം അവർ ഫുഡ് സ്കേഴ്സിറ്റിയാണ് അഗ്രികൾച്ചറിലോട്ടൊക്കെ അവർക്ക് തിരിയാനുള്ള കാരണമായത്. അപ്പം ഈ അഗ്രികൾച്ചർ വന്നതോടുകൂടി മനുഷ്യന് ഗോട്ട് മോർ ഫുഡ് ദാൻ ദേ നീഡഡ്. അവർക്ക് ആവശ്യത്തിലും അധികം ഫുഡ് ഐറ്റംസ് കിട്ടാൻ തുടങ്ങി. സർപ്ലസ് പ്രൊഡക്ഷൻ. സ്പെഷ്യൽ ഫെസിലിറ്റീസ് വെയർ നീഡഡ് ടു സ്റ്റോർ വാട്ട് വാസ് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ ദ ഡെയിലി റിക്വയർമെൻറ്റ്. അവരുടെ ഡെയിലി ഉള്ള ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന മിച്ചം അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ, സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഫെസിലിറ്റീസുകൾ ആവശ്യം വന്നു. വാട്ട് വുഡ് ദേ ഹാവ് യൂസ്ഡ് ടു സ്റ്റോർ എക്സസ് ഫുഡ്. എന്തൊക്കെ വഴിയിലായിരുന്നു അവർ, എന്തൊക്കെയാണ് അവർ ഫുഡ് എക്സസ് ആയിട്ടുള്ള, മിച്ചമായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് തന്നെ അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പോട്ടറി, നമുക്കറിയാം. പോട്ടറി, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടങ്ങൾ, അതൊക്കെയാണ് പോട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ പോട്ടറി അവർ ഉപയോഗിച്ചു. മൺകലങ്ങളൊക്കെ ഉപയോഗിച്ച്, കുടങ്ങൾ ഒക്കെ അവർ ഉപയോഗിച്ചു ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. മിച്ചം വരുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ബാഗ്സ് മെയ്ഡ് ഓഫ് അനിമൽ സ്കിന്ന്. പിന്നെ ബാഗുകൾ മെയ്ഡ് ഓഫ് അനിമലിൻ്റെ സ്കിന്ന് കൊണ്ടുണ്ടാക്കിയ ബാഗുകൾ. പിന്നെ ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്. അപ്പം ബാംബൂ റീഡ് എന്ന് വെച്ചാൽ മുള, ഈറ തുടങ്ങിയ കൊണ്ടുണ്ടാക്കിയ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് 3 നമുക്ക് പൂരിപ്പിക്കണം. അത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാനിവിടെ പൂരിപ്പിച്ചേക്കാം. വുഡ് വെസൽസിൽ, അല്ലേ, തടി കൊണ്ടുള്ള പാത്രങ്ങളിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. അണ്ടർഗ്രൗണ്ട് പിറ്റ്സിൽ, ഭൂമിക്കടിയിലുള്ള കുഴികളിൽ. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് പിറ്റ്സിൽ അവർ ശേഖരിച്ച് വയ്ക്കുന്നത്, അണ്ടർഗ്രൗണ്ട് പിറ്റ്സിൻ്റെ പ്രത്യേകത എന്തുവാണെന്ന് വെച്ചാൽ, അണ്ടർഗ്രൗണ്ട് പിറ്റ്സിലാകുമ്പോൾ അവിടെ ചെറിയ തണുപ്പും ഒക്കെ കാണും. അതുകൊണ്ട് ഭക്ഷണങ്ങൾ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. പിന്നെ അനിമൽ ഷെല്ല്, ഇതിലൊക്കെ ആയിരുന്നു അവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ഈ ഫുഡ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്?
അതായത് ചിലപ്പോൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ ഫീസ്റ്റ് അതുപോലെ റിലീജിയസ് പ്രാക്ടീസസിന് വേണ്ടിയിട്ടായിരിക്കും, റിച്വൽസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഹാർഷ് വെതറിലൊക്കെ, നല്ല വെതറിലൊക്കെ, അതായത് കാലാവസ്ഥ മോശമാകുന്ന സമയത്ത്, കൂടുതൽ ടെമ്പറേച്ചറൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ ഭക്ഷണം പാഴായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അതിൽ നിന്നും രക്ഷ എങ്ങനെയാണ് നേടാൻ പറ്റുന്നത്, ആ ഒരു രീതിയിൽ അവരത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് എങ്ങനെയാണ് ഉണക്കി സൂക്ഷിച്ച് വെക്കും, ഡ്രൈ ആയിട്ട് സൂക്ഷിച്ച് വെക്കും. പിന്നെ അതിനകത്ത് ജലാംശം എല്ലാം കളഞ്ഞിട്ട് പിന്നെ എങ്ങനെ സൂക്ഷിക്കും, ഫെർമെൻറ്റേഷൻ. നോക്കൂ, ഒരു ബോക്സിൽ കിടക്കുന്നത് ഏർലി അഗ്രികൾച്ചറൽ ടൂൾസ്, നേരത്തെ അവരുപയോഗിച്ചിരുന്ന, കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണേ. ദ ഏർലിയസ്റ്റ് അഗ്രികൾച്ചറൽ ടൂൾസ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് വെയർ സ്റ്റിക്സ്, സ്റ്റോണ്, ഹോൺസ് ആൻഡ് ബോൺസ്. ബോൺസ് എന്ന് വെച്ചാൽ എല്ലുകൾ. ദീസ് ടൂൾസ് വെയർ യൂസ്ഡ് ടു ടിൽ ദ സോയിൽ, സോയിൽ കുഴിക്കാനും മണ്ണ് കുഴിക്കാനും, ആൻഡ് സോ ദ സീഡ്സ് ഇങ്ങനെ വിതയ്ക്കാനും വേണ്ടിയൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇനി ആ ഭാഗത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിച്ച് വെയർ ദ അഗ്രികൾച്ചറൽ ടൂൾസ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ്? ദ ഏർലിയസ്റ്റ് അഗ്രികൾച്ചറൽ ടൂൾസ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് വെയർ സ്റ്റിക്സ്, സ്റ്റോൺസ്, ഹോൺസ് ആൻഡ് ബോൺസ്. ഇതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. വാട്ട് വുഡ് ഏർലി ഹ്യൂമൻസ് ഹാവ് യൂസ്ഡ് ടു സ്റ്റോർ എക്സസ് ഫുഡ്? പോട്ടറി, ബാഗ്സ് ഓഫ് അനിമൽ സ്കിന്ന്, ബാസ്ക്കറ്റ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്, വുഡ് വെസൽ, അണ്ടർഗ്രൗണ്ട് പിറ്റ്സ്, അനിമൽ ഷെല്ല്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ആസ് വി നോ മഡ് ബ്രിക്സ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. നമുക്കറിയാം മൺകട്ട വെള്ളത്തിൽ അലിഞ്ഞു പോകും. ബട്ട് ഹ്യൂമൻസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, മനുഷ്യൻ മനസ്സിലാക്കിയതാണ് മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഇഫ് സോയിൽ ഈസ് നീഡഡ്, മോൾഡഡ് ആൻഡ് ബേക്ക്ഡ് ഇൻ ടു പോട്ട്സ്. മണ്ണ് കുഴച്ച് നീഡഡ് പാത്രങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മോൾഡ് ചെയ്ത് പാത്രങ്ങളുടെ രൂപത്തിലാക്കി ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക്ഡ് ഇൻ ടു പോട്ട്സ്, ചുട്ട് പോട്ട് കുടങ്ങളാക്കാമെന്ന് അവർ മനസ്സിലാക്കി. വാട്ടർ ക്യാൻ ബി കളക്റ്റഡ്, അതിനകത്ത് വാട്ടർ കളക്ട് ചെയ്ത് വയ്ക്കാം. ബോയിൽഡ് ഇൻ ദം, അത് തിളപ്പിക്കുകയൊക്കെ ചെയ്യാമെന്ന് മനുഷ്യൻ മനസ്സിലാക്കി. ഇൻ ഏർലിയർ ഡേയ്സ് പോട്ടറി വാസ് മെയ്ഡ് ബൈ നീഡിങ് ക്ലേ വിത്ത് ഹാൻഡ്. ആദ്യ കാലങ്ങളിൽ ഈ പോട്ടറി ഉണ്ടാക്കിയിരുന്നത്, മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് കൈകൊണ്ട്, ക്ലേ, അതായത് കളിമണ്ണ്, ക്ലേ, ചെളി കുഴച്ചിട്ടാണ്. ആസ് അഗ്രികൾച്ചർ ബിക്കെയിം വൈഡ് സ്പ്രെഡ്, അഗ്രികൾച്ചർ വിപുലീകരിച്ചതോടുകൂടി എർത്തൺ വെയർ ഓഫ് വേരിയസ് ടൈപ്സ് ആൻഡ് സൈസസ് വെയർ നീഡഡ് ടു സ്റ്റോർ ഗ്രെയിൻസ്. അപ്പോൾ എർത്തൺ വെയർ എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്നുണ്ടാക്കുന്ന, മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ. അത് ഒരുപാട് ടൈപ്പുകൾ, പല പല ടൈപ്പുകൾ അവർ, അത് തന്നെ പല പല സൈസുകൾ അവർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രെയിൻസ്, ധാന്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങി. ദേ വെയർ ഓൾസോ യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ്. അപ്പം മൺപാത്രത്തിൻ്റെ ഉപയോഗങ്ങളാണ് ഈ പറയുന്നത്. ഫുഡ് കുക്ക് ചെയ്യാനും അവരത് ഉപയോഗിച്ചു. ദ ഡിസ്കവറി ഓഫ് ദ വീൽ ടു മേക്ക് പോട്ടറി വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി. വീൽ എന്ന് വെച്ചാൽ മറ്റേ പോട്ടർ വീലുണ്ടല്ലോ, ഒരു ഈ നടിപ്പ് ഈ കാണിക്കുന്നത് കണക്ക് ആ ഒരു സാധനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കി എടുക്കുന്നത്, അതാണ് വീൽ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മണ്ണ്. അപ്പോൾ ആ ഒരു വീല് കണ്ടുപിടിച്ചതോടുകൂടി ഈ പോട്ടറി ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റായി. കാരണം എളുപ്പമായവർക്ക് കുടങ്ങളും കലങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ. ദിസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് പോട്ടറി. അപ്പോൾ പോട്ടറി ഒരുപാട് ഉണ്ടാക്കാൻ തുടങ്ങി. There is evidences of granaries constructed in early times to store food grains. ഈ ഗ്രാനറീസ് എന്ന് പറഞ്ഞാൽ ധാന്യപ്പുരകൾ, ഒരു അത്രയ്ക്ക് ഇവർക്ക് സർപ്ലസ് ആയിട്ടൊരു പ്രൊഡക്ഷനായി. അപ്പം ധാന്യപ്പുരകൾ വരെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗ്രാനറീസ്. ആ ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത്, ഗ്രെയിൻസ് വെച്ചാൽ ധാന്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉണ്ട്. ഗ്രാനറിയെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനറി നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഗ്രാനറിയെ പറ്റി പഠിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് എ റിവർ വാലി സിവിലൈസേഷൻ. റിവർ വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിന്ധു നദിയുടെ കരയിലാണ്, ഈ സിന്ധു നദിയുടെ തീരങ്ങളിൽ, അതായത് കരകളിലാണ് ഈ സിവിലൈസേഷൻ ഉണ്ടായത്. അതുകൊണ്ടാണ് റിവർ വാലി സിവിലൈസേഷൻ എന്ന് അറിയപ്പെട്ടത്. ഏത് നദിയാണ്? സിന്ധു നദി, അതായത് ഇൻഡസ് നദി. അതുകൊണ്ടാണ് അതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു
Indus Valley Civilization. One of the most important features of this civilization is the granary. ഏറ്റവും പ്രധാനപ്പെട്ട ഫ്യൂച്ചേഴ്സ് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുന്ന് കണ്ടെടുത്ത ഗ്രാനറിയാണ് ധാന്യപ്പുര. ദേ വെയർ ബിൽറ്റ് ഓഫ് ബ്രിക്സ്, കട്ടകൾ കൊണ്ടാണത് നിർമ്മിച്ചിരുന്നത്. ഗ്രെയിൻസ് വെയർ ബ്രോട്ട് ഫ്രം ഡിസ്റ്റൻറ്റ് ധാന്യങ്ങൾ മറ്റുള്ള വില്ലേജുകളിൽ എന്ന് വെച്ചാൽ അധികം വരുന്ന ധാന്യങ്ങൾ മറ്റുള്ള വില്ലേജുകളിൽ നിന്നും കൊണ്ടുവന്ന് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. ഇത് പിന്നീട് എന്തിനു ഉപയോഗിച്ചിരുന്നു? വരൾച്ച, വെള്ളപ്പൊക്കം, അങ്ങനെ എപ്പിഡമിക്സ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതായത് ഫുഡിന് ക്ഷാമം ഉണ്ടാകുമ്പോൾ അവരിതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം അവർക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവരിത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് വെയർ ദ യൂസ് ഓഫ് പോട്ടറി? പോട്ടറിയുടെ ഉപയോഗം എന്തുവാണ്? കളക്റ്റിംഗ് വാട്ടർ, ബോയിലിംഗ് വാട്ടർ, സ്റ്റോറിങ് ഗ്രെയിൻസ്, കുക്കിംഗ് ഫുഡ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതും ആഡ് ചെയ്യാം. നോക്ക്, ബിഗ് ജാർസ് നെയ്മഡ് ഭരണി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ലാർജ് വുഡൻ ബിൻസ് നെയ്മഡ് പത്തായം. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾക്ക് പത്തായത്തിനെ പറ്റിയൊക്കെ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞാൻ ഈ പത്തായം കണ്ടിട്ടുണ്ട്. പത്തായത്തിൽ നെല്ലുകൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും പത്തായം എന്തുവാണെന്ന് വെച്ചാൽ നെല്ല് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പത്തായം എന്ന് പറയുന്നത്. ഇൻ അവർ പ്ലേസസ് ടു സ്റ്റോർ ഗ്രെയിൻസ്. വാട്ട് അതർ ഫുഡ് സ്റ്റോറേജസ് മെത്തേഡ് മൈറ്റ് ഹാവ് ബീൻ അഡോപ്റ്റഡ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ഏജ്? ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ദ. അവരുടെ സമയത്ത് എവിടെയൊക്കെയായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? വലിയ കലങ്ങളിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. പിന്നെ ചാക്കുകളിലുമൊക്കെ വെച്ച് ഈർപ്പമില്ലാത്ത സ്ഥലത്തൊക്കെ അവർ സൂക്ഷിക്കാറുണ്ട്. ഇനി നോക്ക്, വാട്ട് കൈൻഡ് ഓഫ് വെസൽസ് ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ഫോർ കുക്കിംഗ് ആൻഡ് സ്റ്റോറിങ് ഫുഡ്? നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ സ്റ്റോർ ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ എന്തൊക്കെയായിരിക്കും ഉപയോഗിക്കുന്നത്? എന്തൊക്കെയായിരിക്കും? എർത്തേൺ വെസൽസ്, അതായത് പിന്നെ ചട്ടികൾ ഉപയോഗിക്കാറുണ്ട്, ക്ലേയുടെ വെസൽസ് ഉപയോഗിക്കാറുണ്ട്, അലൂമിനിയം, സ്റ്റീല്, ഗ്ലാസ്, കോപ്പർ, അങ്ങനെ നമ്മുടെ വീട്ടിൽ ഫൈബറിൻ്റെ ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. അതെല്ലാം നമുക്കവിടെ എഴുതി വയ്ക്കാം. നെക്സ്റ്റ്, എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഡിഡ് ഏർലി ഹ്യൂമൻ സിംപിളി സ്റ്റോർ എക്സസ് ഫുഡ് ഐറ്റംസ് ഫോർ ലേറ്റർ യൂസ് ഓൺലി? അവർ സിംപിളി എന്ന് വെച്ചാൽ അവർ പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ അവർ ഈ ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? The excess food was not only stored for later use but also exchanged with those in need. അവർ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൾസോ എക്സ്ചേഞ്ച്ഡ് വിത്ത് ദോസ് ഇൻ നീഡ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എക്സ്ചേഞ്ച് ചെയ്തിരുന്നു, കൈമാറ്റം ചെയ്തിരുന്നു. ഹൗ കുഡ് സച്ച് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ്? എങ്ങനെയായിരിക്കും? ഇൻ ഓർഡർ ടു ഗെറ്റ് വാട്ട് ദേ നീഡഡ് ഈച്ച് വൺ എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ദേ ഹാഡ് സ്റ്റോർഡ് വിത്ത് അതേഴ്സ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ നെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, മറ്റൊരാൾ ചീനിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഇവർക്ക് ചീനി വേണമെങ്കിൽ ഇവർ ആ നെല്ല് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ചീനി വാങ്ങും. അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് അവർക്ക് എന്താണോ ആവശ്യം ആ സാധനങ്ങൾ ഇവർ ഇങ്ങോട്ട് വാങ്ങും, മറ്റവർ ഇങ്ങോട്ട് വാങ്ങും. ഇങ്ങനെയാണ് അവർ കാരണം അന്നത്തെ കാലത്ത് ക്യാഷ് ഇല്ല. സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഇതിന് പറയുന്നൊരു പേരുണ്ട്, ബാർട്ടർ സിസ്റ്റം. എന്താണ് ബാർട്ടർ സിസ്റ്റം? സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന സിസ്റ്റത്തെ പറയുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാനുണ്ട്. വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? The barter system is a way of exchanging goods and services without using money. കാശല്ലാതെ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ലിറ്റററി വർക്ക്സ് ഓഫ് ദി സംഘം ഏജ്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഫുഡ് ഐറ്റംസിന് സൗത്ത് ഇന്ത്യയിലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് എന്തോന്ന് നോക്കാം. ലിറ്റററി വർക്ക്സ് ഓഫ് സംഘം ഏജ് ഇൻഡിക്കേറ്റ് ദാറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ എബൌട്ട് 1500 ഇയേഴ്സ് അഗോ. എന്ന് വെച്ചാൽ 1500 വർഷങ്ങൾക്ക് മുൻപ്. നമ്മൾ ഇത് പഠിക്കുന്ന ഇപ്പം നമ്മൾ എർലി ഹ്യൂമൻസ് ഒക്കെ പഠിക്കുന്ന അതിനേക്കാളും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 1500 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഇന്ത്യയിൽ ഈ
എക്സ്ചേഞ്ച്, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫുഡ് ഐറ്റംസ് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കത് എവിടെ നിന്നാണ് കിട്ടുന്നത്? സംഘം ലിറ്ററേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. ഈ സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ തമിഴ് പോയിറ്റ്, അപ്പോൾ സൗത്ത് എന്ന് പറയുമ്പോൾ തമിഴ്നാടൊക്കെ വരുന്നതല്ലേ, അപ്പോൾ തമിഴ് പോയിറ്റ്സുകൾ എഴുതിയ വർക്കിനെയാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഉള്ള പോയിറ്റ്സിനെ എല്ലാം കൂടെ ആ ഗ്രൂപ്പായിട്ട് പറയുന്നൊരു പേരാണ് സംഘം പോയിറ്റ്സ് എന്ന്. അവർ എഴുതിയിരുന്നതിനെ സംഘം ലിറ്ററേച്ചർ എന്നുമാണ് പറയുന്നത്. പീപ്പിൾ ഇൻ ഈച്ച് റീജിയൻ എക്സ്ചേഞ്ച്ഡ് ദ ഫുഡ് ദേ കളക്റ്റഡ് വിത്ത് ദോസ് ഇൻ അതർ റീജിയൻസ് ആൻഡ് റിസീവ്ഡ് വാട്ട് ദേ നീഡഡ് ഫ്രം ദം. അത്രയേ ഉള്ളൂ. ഇവരുടെ സാധനങ്ങൾ കൊടുത്തിട്ട് അവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ എന്തുവാണോ അതവർ വാങ്ങിയിരുന്നു. ദോസ് ഹു ലീവ്ഡ് ഇൻ കോസ്റ്റൽ ഏരിയാസ് എക്സ്ചേഞ്ച്ഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് സോൾട്ട് വിത്ത് ദോസ് ഇൻ അതർ ഏരിയാസ്. ഇപ്പോൾ കോസ്റ്റൽ ഏരിയാസ്, തീരപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ എന്ത് ചെയ്തിരുന്നു? ഡ്രൈഡ് ഉണക്കിയ ഫിഷ്, മീനുകൾ കൊടുത്തു. സോൾട്ട്, അപ്പോൾ കോസ്റ്റൽ ഏരിയാസിലാണല്ലോ സാൾട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതും കൊടുത്തിട്ട് മറ്റുള്ള അതർ ഏരിയാസിൽ കൊടുത്തിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് അതർ ഫുഡ് ഐറ്റംസ് ആൻഡ് റിസോഴ്സസ് ഫ്രം ദ ഫോറസ്റ്റ് വെയർ അക്സെപ്റ്റഡ് ഫ്രം അതേഴ്സ്. അപ്പം അവരെന്ത് തിരിച്ചു കൊടുത്തിരുന്നു? ഫോറസ്റ്റിൽ നിന്നുള്ള തേന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊടുത്ത് അക്സെപ്റ്റഡ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ദ പീപ്പിൾ ഇൻ ഫോറസ്റ്റ് ഏരിയാസ് എക്സ്ചേഞ്ച്ഡ് ഫോറസ്റ്റ് റിസോഴ്സസ്, അവരത് കൊടുത്തിട്ട് ഫോറസ്റ്റിലുള്ളവർ ഫോറസ്റ്റിലെ സാധനങ്ങൾ കൊടുത്തിട്ട് ദ പീപ്പിൾ ലീവ്ഡ് ഇൻ ദ പ്ലെയിൻ എക്സ്ചേഞ്ച്ഡ് ദെയർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് വിത്ത് ദോസ് ലീവിങ് ഇൻ അതർ ഏരിയാസ്. അപ്പം അഗ്രികൾച്ചറൽ, അതായത് പ്ലെയിൻസ്, സമതലങ്ങളിലാണല്ലോ അഗ്രികൾച്ചറലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, അപ്പം കൃഷിയിൽ നിന്നുള്ള സാധനങ്ങൾ അവർ കൊടുത്തിരുന്നു. ദോസ് ലിവിങ് ഇൻ ദ അതർ ഏരിയാസ്, മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ചാണ്, സാധനങ്ങളുടെ എക്സ്ചേഞ്ച് ആയിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് നോക്കൂ. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ദ സിസ്റ്റം ഓഫ് കോയിനേജ് എന്ന് വെച്ചാൽ കോയിൻസ്, പണം, അതിൻ്റെ ഇൻട്രൊഡക്ഷനും മുന്നേ ദർ വാസ് എ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം നിലനിന്നിരുന്നു. ദിസ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം. സച്ച് എക്സ്ചേഞ്ച് ബോട്ട് അബൌട്ട് മെനി ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. ധാരാളം ചേഞ്ചസുകൾ കൊണ്ടുവന്നു. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ലെഡ് ടു ദ ട്രേഡ് ആൻഡ് ഇവഞ്ച്വലി മാർക്കറ്റ്സ് വെയർ ഫോംഡ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾക്ക് എന്ത് സംഭവിച്ചു? ട്രേഡ് വരാൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡ്, വ്യാപാരത്തിന് വഴിവെച്ചു. പിന്നീട് മാർക്കറ്റുകൾ ഫോം ചെയ്തു. കാരണം ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഞാൻ ഏതെങ്കിലും ഒരു റോഡിൻ്റെയോ അല്ലെങ്കിൽ വഴിവക്കിലിരിക്കുമ്പോൾ വേറൊരാളും വന്ന് അവരുടെ കയ്യിലെ സാധനങ്ങളും കൊണ്ടുവന്ന് അവിടെ ഇരിക്കും. ക്രമേണ അത് എന്തായിട്ട് മാറും? ഒരു മാർക്കറ്റായിട്ട് ഫോം ചെയ്യും. പീപ്പിൾ വെൻറ്റ് ടു ട്രേഡിംഗ് സെൻറ്റേഴ്സ്. ഈ ട്രേഡിംഗ് സെൻറ്റേഴ്സിൽ വന്നു ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ്, സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും. ആൻഡ് ദീസ് ഗ്രാജുവലി ഡെവലപ്പ് ഇൻ ടു അർബൻ സെൻറ്റേഴ്സ്. അങ്ങനെ ക്രമേണ ഇതെന്തായി മാറി? നഗരങ്ങളായിട്ട് ഡെവലപ്പായി, അർബൻ സെൻറ്റേഴ്സുകളായിട്ട്. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് അർബൻ സെൻറ്റേഴ്സിൻ്റെ ഫോർമേഷനെ പറ്റി. ആദ്യം നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അത് കഴിഞ്ഞ് ട്രേഡ് ആവുന്നു, ട്രേഡ് കഴിഞ്ഞ് മാർക്കറ്റ് ഫോം ചെയ്യുന്നു, മാർക്കറ്റ് ട്രേഡിംഗ് സെൻറ്റേഴ്സായിട്ട് മാറുന്നു, തുടർന്ന് അർബൻ സെൻറ്റേഴ്സുകൾ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കൂ, എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് അക്രോസ് ലാൻഡ്. അപ്പോൾ ഒരു റീജിയണിൽ മാത്രമല്ല ഇത് ഒതുങ്ങി നിന്നിരുന്നത് അല്ലേ. ദി എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് വാസ് നോട്ട് കൺഫേംഡ് ടു എനി പർട്ടിക്കുലർ റീജിയൻ. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല ഈ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത്. ദിസ് എക്സ്ചേഞ്ച് സ്പ്രെഡ് അക്രോസ് ദ ലാൻഡ്, അതായത് ലാൻഡ് മുഴുവനും ഉണ്ടായിരുന്നു. സിൻസ് ഏർലി ടൈംസ് വി ഹാഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വിത്ത് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ്. മറ്റുള്ള പ്രദേശത്തും നമ്മൾ എക്സ്ചേഞ്ച് നടത്തിയിരുന്നു. ദീസ് എക്സ്ചേഞ്ച് വർ മെയിൻലി വിത്ത് ദ റോമൻകാരുമായിട്ടും ചൈനക്കാരുമായിട്ടും ആൻഡ് അറബ്സ് ആൻഡ് പേർഷ്യൻസ് ആൻഡ് ദ ജ്യൂസ്, ഇവരുമായിട്ടൊക്കെ നമ്മൾ എന്ത് നടത്തിയിരുന്നു? എക്സ്ചേഞ്ച്, അതായത് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏർലി ഹ്യൂമൻസ് എന്ന് ആ പഴയ ആ തീ ഉണ്ടാക്കുന്ന ആ രൂപത്തിൽ നിന്നൊക്കെ അപ്പോൾ ഒത്തിരി മുന്നോട്ട് വന്നു. ഈ എക്സ്ചേഞ്ചൊക്കെ ആയപ്പോൾ റോമൻസുമായിട്ടൊക്കെയുള്ള
പേർഷ്യൻസും ഒക്കെ ആയിട്ടുള്ള വ്യാപാരങ്ങൾ തുടങ്ങിയപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിഞ്ഞ് മുന്നോട്ടിഞ്ഞ് പോരുന്നു. സംഘം ഏജൊക്കെ കഴിഞ്ഞ് ഒരുപാടിഞ്ഞ് വന്നു. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. സിൻസ് ഏർലി ടൈംസ് വി ഹാഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വിത്ത് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ്. നെയിം ദോസ് പ്ലേസ്. ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ്, ഏതൊക്കെ ഫോറിൻ കൺട്രീസിലോട്ടാണെന്ന് ചോദിക്കാം. ദ റോമൻസ്, ദ ചൈനീസ്, ദ അറബ്സ്, ദ പേർഷ്യൻസ് ആൻഡ് ദ ജ്യൂസ്. ജ്യൂസ് എന്ന് വെച്ചാൽ ജൂതന്മാർ. നോക്ക്, ദ സ്പൈസസ് ദാറ്റ് വെയർ എക്സ്ചേഞ്ച്ഡ് മെയിൻലി ഫ്രം ഇന്ത്യ വിത്ത് അതർ ലാൻഡ്സ് വെയർ ബ്ലാക്ക് പെപ്പർ. പ്രധാനപ്പെട്ട സ്പൈസസ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്ലാക്ക് പെപ്പർ, കുരുമുളക് ഭയങ്കര ഡിമാൻഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏതായിരുന്നു? കാർഡമം, ഏലം, ജിഞ്ചർ, ഇഞ്ചി, ക്ലോവ്സ് ആൻഡ് സിനമൺ, പട്ട. ഓഫ് ദീസ് ബ്ലാക്ക് പെപ്പർ വിച്ച് വാസ് ആൾസോ നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ് എന്നാണ് ബ്ലാക്ക് പെപ്പർ, അതായത് കുരുമുളകിനെ അറിയപ്പെടുന്ന. ഓൺ വേർഡാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഫോറിൻസ് ഫേവറേറ്റ്. ഇത്രയും ഉണ്ടെങ്കിലും ഫോറിനേഴ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പെപ്പർ ആയിരുന്നു, കുരുമുളകായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഫോറിനേഴ്സ് ഇന്ത്യയിൽ വന്നത് തന്നെ. അങ്ങനെ വന്ന് നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. അതായത് ഇംഗ്ലീഷുകാർ നമ്മളെ പിടിച്ചടക്കി. അവർ വന്നത് എന്തിനായിരുന്നു? ഈ ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയിൽ വന്നത്. നോക്കൂ, ഇറ്റ് ഈസ് സെഡ് ഇൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ദാറ്റ് വാസ്കോ ഡ ഗാമ, ദ പോർച്ചുഗീസ് ട്രാവലർ ഹു കെയിം ടു ഇന്ത്യ, took goods worth 60 times the cost of his journey when he returned to Europe. പോർച്ചുഗീസ് ട്രാവലറായിട്ടുള്ള വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോയത് 60 ടൈംസ്, 6 തവണ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോകാൻ പറ്റുന്ന അത്രയും ചിലവ് അദ്ദേഹത്തിനാവുന്ന അത്രയും പണം കൊണ്ടാണ് ഇവിടെ നിന്ന് പോയതെന്നാണ് പറയുന്നത്. അത്രയും വർത്തുള്ള സാധനങ്ങൾ കൊണ്ട്, മൂല്യമുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ടു ദി ഫോറിൻ കൺട്രീസ് ഫ്രം ഇന്ത്യ. ബ്ലാക്ക് പെപ്പർ, കാർഡമം, ജിഞ്ചർ, ക്ലോവ്സ് ആൻഡ് സിനമൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാക്ക് പെപ്പർ വാസ് ആൾസോ നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്. നെക്സ്റ്റ് നോക്കൂ, ഇറ്റ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ദാറ്റ് ലെഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് ലാൻഡ്. അപ്പോൾ ഈ ട്രേഡിൻ്റെ എക്സ്പാൻഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രേഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് റിലേഷൻ ഉണ്ടായി. ഗുഡുകളും സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, ഫുഡ് ഐറ്റംസും എക്സ്ചേഞ്ച് ചെയ്തു. ദ പിക്ചർ ഓഫ് സം ഓഫ് ദി ഫുഡ് ഐറ്റംസ് ദാറ്റ് ബിക്കെയിം പോപ്പുലർ ഇൻ ഇന്ത്യ ആസ് എ റിസൾട്ട് ഓഫ് സച്ച് എക്സ്ചേഞ്ചസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കുറേ പിക്ചർ ഉണ്ടല്ലോ. ഗുവ, പപ്പായ, പൈനാപ്പിൾ, കശുവണ്ടി, മരച്ചീനി, ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഈ പിക്ചേഴ്സുകളെല്ലാം ദാറ്റ് ബിക്കെയിം പോപ്പുലർ ഇന്ത്യയിൽ പോപ്പുലർ ആയത് ആസ് എ റിസൾട്ട് ഓഫ് ദി എക്സ്ചേഞ്ചസ്. അപ്പോൾ ഈ എക്സ്ചേഞ്ചിൻ്റെ ഫലം ഇത് ഫോറിൻ കൺട്രീസിൽ നിന്നും ഇവിടെ വന്ന സാധനങ്ങളാണ് ഇതെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, നെയിം ദി ഐറ്റംസ് ദാറ്റ് ഇമ്പോർട്ടഡ് ഫ്രം ഫോറിൻ ലാൻഡ്സ്. ഫോറിൻ ലാൻഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തത്, ഇറക്കുമതി ചെയ്തത്. ഗുവ, പപ്പായ, പൈനാപ്പിൾ, കാഷ്യൂനട്ട്, തപ്പിയോക്ക, പൊട്ടറ്റോ. ഇനി ഒരു ഐഡൻറ്റിറ്റി കാർഡാണെന്ന് ഗുവയെ പറ്റി, പേരക്കയെ പറ്റി. ബർത്ത് പ്ലേസ് മെക്സിക്കോ, ആപ്പിൾ ഓഫ് ട്രോപ്പിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ബോട്ട് ടു ഇന്ത്യ ബൈ ദ പോർച്ചുഗീസുകാരുണ്ടാ കൊണ്ടുവന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ എ, ബി ആൻഡ് സി. ഇനി നമ്മൾ ഇപ്പുറത്തേനകത്ത് നമ്മൾ പൂരിപ്പിക്കേണ്ടത് തപ്പിയോക്ക, ചീനിയെ പറ്റിയാണ്, മരച്ചീനി, അതിനെപ്പറ്റിയാണ് പറയേണ്ടത്. തപ്പിയോക്ക, ബർത്ത് പ്ലേസ് അമേരിക്ക, ബ്രസീലിയൻ നാരോ റൂട്ട് എന്നറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇതെന്ന് പറയുക കാർബോഹൈഡ്രേറ്റ്, ഫൈബേഴ്സ്, പ്രോട്ടീൻ തുടങ്ങിയവയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഗോയിങ് ഓൺ. ഇൻ അഡീഷൻ ടു ട്രേഡിന് പുറമെ പീപ്പിൾ ട്രാവൽ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ാണ് ട്രേഡ് പുറമെ എംപ്ലോയ്മെൻറ്റിന്, ജോലിക്ക് പോകുന്നു, എഡ്യൂക്കേഷന് പോകുന്നു, വിദ്യാഭ്യാസത്തിന്, ലെഷ്യർ എന്ന് പറഞ്ഞാൽ എന്താ, വിനോദത്തിന്. മേക്കിംഗ് ദിസ് എക്സ്ചേഞ്ച് മോർ വൈഡ് സ്പ്രെഡ്. ഇതെല്ലാം എക്സ്ചേഞ്ച് ഒരുപാട് വിപുലീകരിച്ചു, വൈഡ് സ്പ്രെഡാക്കി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.